പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണമെന്ന് ആമുഖമായി എന്നോട് നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളായിട്ട് ജീവിക്കാനും മുസ്ലിമായി മരിക്കാനുമുള്ള നല്ല തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, വിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൻ്റെ ഒരു 12-ൻ്റെ പ്രഭാതം മദീനയിൽ എല്ലാ ദിവസമെന്ന പോലെ സാധാരണഗതിയിൽ നേരം പുലർന്നു. വിശ്വാസികൾ അവരുടേതായ ഉപജീവന മാർഗങ്ങളുമായി സജീവമായി നിൽക്കുന്ന സന്ദർഭം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭവനത്തിൽ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹയുടെ മടിയുടെയും മാറിൻ്റെയും ഇടയിൽ തല ചായ്ച്ച് വിശ്രമിക്കുന്ന നിമിഷം. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, എനിക്ക് കിട്ടിയ വലിയ സൗഭാഗ്യമാണ്, എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എൻ്റെ വീട്ടിൽ, എൻ്റെ ഊഴത്തിൽ, എൻ്റെ മാറിനും എൻ്റെ മടിയുടെയും നടുവിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു എന്നുള്ളത് പടച്ചവൻ എനിക്ക് നൽകിയ വലിയ സൗഭാഗ്യമാണ് എന്ന് പ്രിയപ്പെട്ട ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ ഓർക്കുന്നുണ്ട്. അപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട്, എൻ്റെ വീട്ടിൽ എന്നോടൊപ്പം നബി കഴിയുമ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടി, എന്നെ കാണാൻ വേണ്ടി എൻ്റെ സഹോദരൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു തആല അവിടേക്ക് കടന്നു വന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു അറാഖ കമ്പുണ്ടായിരുന്നു, പല്ല് തേക്കുന്നൊരു അറാഖ കമ്പ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കണ്ണുകൾ ആ അറാഖിനെ ലക്ഷ്യമാക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിസ്വാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന്. അതുകൊണ്ട് ഞാൻ നബിയോട് ചോദിച്ചു, നബിയെ അത് വേണോ അങ്ങക്ക്? ആ മിസ്വാക്ക് ഞാൻ വാങ്ങി നൽകണോ നബിയെ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞാൻ ചോദിക്കുമ്പോൾ ആദരവായ റസൂൽ അന്നഅം, അതെ വേണമെന്ന് തൻ്റെ തലകൾ കൊണ്ട്, തൻ്റെ തല ആട്ടിക്കൊണ്ട് റസൂലുള്ളാഹി പറയുകയുണ്ടായി. അങ്ങനെ ഞാനത് വാങ്ങിച്ചു നബിയുടെ കയ്യിൽ കൊടുത്തു. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പല്ലിനോട് ചേർക്കുമ്പോൾ അതിൻ്റെ പരുക്കൻ സ്വഭാവം പ്രവാചകനെ പ്രയാസപ്പെടുത്തിയതായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ നബിയോട് ചോദിച്ചു, നബി അത് ഞാൻ മൃദുലമാക്കി നൽകണോ എന്ന്, ഞാൻ മയപ്പെടുത്തണോ എന്ന് റസൂലിനോട് ചോദിക്കുമ്പോൾ അതേ എന്ന് തലയാട്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഞാനത് വാങ്ങുകയും എൻ്റെ വായിൽ വെച്ച് ഞാൻ ചവച്ചരച്ച് എൻ്റെ ഉമ്മനീരും എൻ്റെ നബിയുടെ ഉമ്മനീരും അവസാനമായി ഒന്നായ ഒരു നിമിഷം കൂടിയാണ്, അതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന്. മരണത്തിന് തൊട്ട് മുമ്പുള്ള നിമിഷങ്ങളാണ്. അങ്ങനെ ആ അറാഖ കമ്പ് ചവച്ച് മൃദുവാക്കി റസൂലിന് കൊടുക്കുന്നു. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിസ്വാക്ക് ചെയ്ത്, മിസ്വാക്കിന് ശേഷം തൻ്റെ അടുത്തിരുന്ന ഒരു പാനപാത്രത്തിൽ നിന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ കൈ കൊണ്ട് വെള്ളം ഒപ്പിയെടുത്ത് അതിൻ്റെ മുഖത്തേക്ക് തടകി ആ മുഖം ഒന്ന് തണുപ്പിച്ചുകൊണ്ട് റസൂൽ പറഞ്ഞു, ഇന്നലിൽ മൗതി ലശക്റാത്തുൻ, മരണത്തിന് വല്ലാത്തൊരു ആളലുണ്ട്, മരണത്തിന് വല്ലാത്തൊരു വേദനയും നൊമ്പരപ്പെടുത്തലുമുണ്ട് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അത് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹുമ്മ ഫിർ റഫീഖിൽ അഅല എന്ന് ആദരവായ റസൂൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശവാക്യം ഉറക്കെ ഉരുവിട്ടുകൊണ്ട് അള്ളാഹുവിലേക്ക് 2 കൈകൾ ഉയർത്തിക്കൊണ്ട്, അള്ളാഹുവെ ഉന്നതന്മാരായ സുഹൃത്തുക്കൾക്കൊപ്പം നീ എന്നെയും ചേർക്കണേ എന്ന് പ്രാർത്ഥിച്ച് അവസാനിക്കുമ്പോൾ ആ കൈകൾ മെല്ലെ താഴേക്ക് വീണു. ഈ ലോകത്ത് നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നുപോയ നിമിഷങ്ങളെക്കുറിച്ചാണ് പ്രിയപ്പെട്ടവൾ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല പറയുന്നത്. ഇതൊരു റബീഉൽ അവ്വൽ മാസത്തിൽ നടന്ന സംഭവമാണ്. റബീഉൽ അവ്വൽ മാസത്തിൻ്റെ 12-ൽ ലോകത്തുള്ള എല്ലാ വിശ്വാസികൾക്കും ഉണ്ടായ ഏറ്റവും വലിയ നൊമ്പരത്തിൻ്റെ നിമിഷമാണ് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിയോഗം. നമ്മളെ സംബന്ധിച്ച് വലിയ നഷ്ടമാണ്. ലോകത്തിൽ മാനവരാശിക്കുണ്ടായ ഏറ്റവും വലിയ നഷ്ടത്തിൻ്റെ കണക്കുകൾ പരിശോധിച്ചാൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വിയോഗം തന്നെയാണ് ഒന്നാമത് നിൽക്കുക. അത്രയും വലിയ സങ്കടവും വ്യസനവും നമുക്കുണ്ടായ ഒരു ദിവസമാണ് റബീഉൽ അവ്വൽ 12-ൻ്റെ ദിവസം. പക്ഷെ അത് വ്യക്തമായ നിലയിൽ നമുക്ക് ബോധ്യപ്പെടാതെ പോയത് കൊണ്ടാണോ എന്നറിയില്ല, നമുക്കതിൻ്റെ ആഘോഷമല്ലാതെ മറ്റൊന്നും ഓർമ്മ വരാറില്ല. പൊതുസമൂഹം ഒന്നടങ്കം അത് അട്ടഹസിച്ച്, ആർത്തട്ടഹസിച്ച്, കൊണ്ടാടി, ആഘോഷിച്ച്, അതെല്ലാം കഴിഞ്ഞ് അവർ എല്ലാം കഴിഞ്ഞ് ആഘോഷങ്ങളും തിമിർപ്പുകളും കഴിഞ്ഞ് പ്രവാചകരെയും ഇസ്ലാമിനെയും ഖുർആനെയും ഒക്കെ കൈയൊഴിഞ്ഞിട്ട് മടങ്ങിപ്പോകുമ്പോൾ ഇവിടെ ഒറ്റപ്പെട്ടു പോകുന്നത് പ്രവാചകർ കൊണ്ടുവന്ന മഹത്തായ ഒരു ദൗത്യം കൂടിയാണ്. ഇതൊരു വലിയൊരു ഓർമ്മപ്പെടുത്തലാണ് റബീഉൽ അവ്വൽ. അത് നമ്മൾ തിരിച്ചറിയാതെ പോയിട്ടുണ്ട്. റബീഉൽ അവ്വൽ 12 എന്നുള്ളത് അത് ഏറ്റവും വലിയൊരു ഓർമ്മപ്പെടുത്തലാണ്. മരണമെന്നൊരു ഓർമ്മപ്പെടുത്തൽ. ലോകത്തേക്ക് ജനിച്ചു വീണ ഏറ്റവും മഹാനായ മനുഷ്യനും മരണം ഭരിച്ചു പോയ ദിവസം. അതാ ഖുർആൻ സംസാരിക്കുന്ന നബിയുടെ മരണത്തെക്കുറിച്ച്.
അഫഇം മിത്ത ഫഹുമുൽ ഖാലിദൂൻ വമാ ജഅൽനാ ലിബശരിൻ മിൻ ഖബ്ലികൽ ഖുൽദ അഫഇം മിത്ത ഫഹുമുൽ ഖാലിദൂൻ. നബിയെ, അങ്ങക്ക് മുമ്പ് ഒരാൾക്കും ഞാൻ അനശ്വരമായ ഒരു ജീവിതം വാഗ്ദാനം ചെയ്തിട്ടില്ല. എല്ലാവരും ചിരഞ്ജീവിയായി ഇവിടെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു മനുഷ്യനും ഞാൻ ജീവിതത്തിൽ വാഗ്ദാനം നൽകിയിട്ടില്ല. എല്ലാ കാലവും ആയുസ്സുണ്ട് എന്ന് ആരോടും പറഞ്ഞിട്ടില്ല. ലോകത്ത് കടന്നുപോയ മനുഷ്യരെല്ലാം മരണത്തിന് കീഴടങ്ങിയിട്ടുണ്ടെങ്കിൽ താങ്കളും മരിക്കുമെങ്കിൽ ഫഹുമുൽ ഖാലിദൂന, പിന്നെയാണോ അവർ അനശ്വരമായി ജീവിക്കാൻ പോകുന്നത് എന്ന ഖുർആന്റെ ചോദ്യം. ഖുർആൻ പറയുന്നത് റബീഉൽ അവ്വൽ 12 എന്നുള്ളത് ഓരോ മനുഷ്യന്റെയും ഉള്ളകങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന വലിയൊരു മെസ്സേജ് ഉണ്ട്. മരണം. അള്ളാഹുവിന് റസൂലും മരിച്ച ഭൂമിയിലാണോ മനുഷ്യരെ നിങ്ങൾ അനശ്വരമായി ജീവിക്കാൻ പോകുന്നത്? ഇന്നക മയ്യിതുൻ വഇന്നഹും മയ്യിതൂൻ. നബിയെ നോക്കി ഖുർആൻ സംസാരിച്ചു. നബി, അങ്ങൊരു മയ്യത്താണ്, അങ്ങ് മരിക്കേണ്ടവനാണ്, അങ്ങയെപ്പോലെ തന്നെ ഈ സമൂഹം ഒന്നടങ്കം മരണത്തിന് കീഴടങ്ങേണ്ടവരാണ് എന്ന് ഖുർആൻ. പ്രവാചകന്റെ മരണം മുമ്പിൽ വെച്ചിട്ട് നമ്മൾ സംസാരിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ മരണം ലോകത്ത് മനസ്സാക്ഷികളുള്ള ഏതൊരു മനുഷ്യന്റെ ഉള്ളിലും മരണമെന്ന മഹത്തായ ഒരു ഓർമ്മപ്പെടുത്തൽ നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാക്കണം. ഈ മരണം അത് നിഷേധിക്കുന്നൊന്നുമില്ല, ആരും ചിന്തിക്കുന്നില്ല. ലോകത്ത് ജനിച്ചവരെല്ലാം മരിക്കുന്നു എന്ന കണക്കെടുപ്പിൽ നമ്മളെല്ലാവരും കൃത്യമാണ്. പ്രതിദിനം 1.5 ലക്ഷത്തിലേറെ ആൾക്കാർ മരിക്കുന്ന ഈ ഭൂമിയിൽ നിന്നുകൊണ്ട് മരണത്തെ നിഷേധിക്കാൻ നമുക്ക് വകുപ്പില്ല. ശാസ്ത്രം ഒരുപാട് പുരോഗതി നേടിയിട്ടും വൈദ്യശാസ്ത്ര രംഗത്ത് ഓരോ ദിവസവും ഓരോ ചുവട്ടടികൾ മുന്നോട്ട് വയ്ക്കുമ്പോഴും മരണത്തിന് മാത്രം മരുന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് മരണത്തെ ആരും നിഷേധിക്കുന്നില്ല, അത് വാസ്തവമാണ്. പക്ഷെ മരണം മുമ്പിൽ കണ്ട് ജീവിക്കുന്നവരെ കാണാൻ കഴിയുന്നില്ല. അതാ പറയുന്നേ. മരണം മുമ്പിൽ നമ്മുടെയൊക്കെ ജീവിതം കണ്ടാൽ മരിക്കുമെന്ന് ആർക്കെങ്കിലും തോന്നും. മരണമേ ഇല്ലാത്തൊരു ലോകത്ത് ജീവിക്കുന്നവനെ പോലെയാണല്ലോ നമ്മൾ ജീവിതം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ഖുർആൻ സംസാരിച്ചതോ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോഴെല്ലാം ഖുർആൻ മുമ്പിൽ വെച്ചത് മരണമാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത എന്ന്. മരണത്തെ സംവിധാനിച്ചു, അതിനു മുമ്പ് ഒരു ജീവിതത്തെ സംവിധാനിച്ചു പടച്ചവൻ നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ന്. ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴെല്ലാം മുമ്പിൽ മരണത്തെയാണ് അല്ലാഹു വെക്കുന്നത്. അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസൻ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. നിങ്ങൾ എന്നിലേക്ക് മടങ്ങി വരില്ല എന്ന് കണക്കാക്കിയാണോ ഇവിടെ ജീവിക്കുന്നത് എന്ന്? ഈ ദുനിയാവിൽ മടക്കമില്ലാത്തൊരു ലോകമാണെന്ന് കണക്കാക്കിയിട്ടാണോ നിങ്ങൾ ജീവിക്കുന്നത്? ഇത് അനശ്വരമായ ലോകമാണെന്ന് കണക്കാക്കിയിട്ടാണോ നിങ്ങൾ ജീവിക്കുന്നത്? ഖുർആൻ ആവർത്തി പറയുന്ന കാര്യമാണ്. ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴെല്ലാം മരണത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകൾക്ക് ശക്തമായ ഭാഷയുണ്ടായിരുന്നു ഖുർആനിൽ. മരിച്ചേ തീരൂ മനുഷ്യരെ. കെട്ടിയടക്കപ്പെട്ട കോട്ടയ്ക്കകത്ത് പോയി നിങ്ങൾ ഒളിവിൽ കഴിഞ്ഞാൽ പോലും ഒരു ദിനം നിങ്ങളെ തേടി മരണം വരിക തന്നെ ചെയ്യും. അതിൽ നിന്നൊരു ഒളിച്ചോട്ടം നിങ്ങളെ കൊണ്ട് സാധ്യമല്ല എന്ന് ഖുർആൻ. ജീവിതം സംസാരിക്കുമ്പോഴെല്ലാം മരണമാണ് മുമ്പിൽ വെച്ചത്. അങ്ങനെ മരണത്തിന്റെ ചരിത്രം പറഞ്ഞ് ഓർമ്മപ്പെടുത്തിയാൽ മനുഷ്യന്റെ മുമ്പിൽ ഏറ്റവും ഗൗരവമേറിയ മെസ്സേജ് നൽകുന്ന മരണമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരണം. അങ്ങനെ ഒരു റബീഉൽ അവ്വലിനെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇതുവരെ ഈ വിധത്തിൽ റബീഉൽ അവ്വൽ മാസത്തെക്കുറിച്ച് ആലോചിക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? എന്തിനു വേണ്ടിയായി ദുനിയാവിന് പിറകെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്? എത്രയൊക്കെ ഓടിയാലും ഒരു ദിനം നമ്മൾ ഇറങ്ങിക്കൊടുക്കണം. അള്ളാഹുവിന്റെ റസൂലിന് പോലും കരുണ കാണിക്കാത്ത പ്രവാചകന് വേണ്ടി പോലും ഈ ലോകത്തെ അനശ്വരമാക്കാത്ത ഈ ദുനിയാവിൽ നമുക്കാണോ അനശ്വരമായ ജീവിതം? ഇല്ല. ഇതൊരു ഇടത്താവളം മാത്രമാണ്. യാത്രക്കാരൻ കടന്നു പോകുന്ന വഴിയിലെ ഒരു സത്രം മാത്രമായി റസൂൽ കണ്ടുപോയി ഈ ദുനിയാവിൽ. അത്രമാത്രം സ്ഥാനമേ ഇതിനുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്താനുള്ള വലിയ ഉപദേശമാണ് റബീഉൽ അവ്വൽ. അങ്ങനെ ആരും തന്നെ കണ്ടിട്ടില്ല. എന്ന് ഒരു മനുഷ്യൻ ഏറ്റവും നല്ല ഉപദേഷ്ടാവായിട്ട് മരണം മതിയാകുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇതൊരു മതപ്രഭാഷണമൊക്കെ വെക്കണമെങ്കിൽ വലിയ ചിലവാ. മതപ്രഭാഷണം വെക്കണമെങ്കിൽ വലിയ ചിലവാ. ഇന്ന് അതിന് ഒരു സിസ്റ്റങ്ങൾ എടുത്ത് വെക്കാൻ തന്നെ ലക്ഷക്കണക്കിന് രൂപ വേണ്ടി വരും. അത്രയും സൗണ്ട് സിസ്റ്റങ്ങൾ സംവിധാനിക്കണം, പോസ്റ്റർ അടിക്കണം, നോട്ടീസ് അടിക്കണം, പിന്നെ അവർക്ക് വരുന്നവർക്ക് ആഹാരം, ഭക്ഷണം, പൈസ എല്ലാം കൊടുത്തിട്ട് ഒരു മതപ്രഭാഷണം വെക്കാൻ വലിയ പ്രയാസമുള്ളൊരു കാര്യമാണ്. പക്ഷേ മനുഷ്യരെ നിങ്ങളോടൊപ്പം എപ്പോഴുമുള്ള ഒരു ചിന്തയുണ്ടാകണം. ആ ചിന്തയേക്കാൾ വലിയ ഉപദേഷ്ടാവില്ല, വലിയ പ്രഭാഷകനില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മരണമാണ് എന്ന്. മരിക്കുമെന്ന ഓർമ്മയേക്കാൾ വലിയ ഉപദേഷ്ടാവില്ല. ദുനിയാവിൽ ഒരു മനുഷ്യൻ നന്നായി ജീവിക്കാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്നിട്ട് ഒരാൾ പറഞ്ഞു, നബിയെ, നമസ്കാരത്തിൽ ഒരു ജാഗ്രത കിട്ടുന്നില്ല, ഒരു ഏകാഗ്രത കിട്ടുന്നില്ല, ഒരു ആത്മാർത്ഥതയും കിട്ടുന്നില്ല നബിയെ എന്ന്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ ഒടുക്കത്തെ നമസ്കാരമാണെന്ന് കണക്കാക്കിയാൽ മതി എന്ന്. സ്വലാത്ത് മുവദ്ദിൻ, നീ വിട പറയുന്നവനെ പോലെ ആ നമസ്കാരത്തിന്റെ ശേഷം നിന്നെ കാത്തിരിക്കുന്നത് മരണമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് നീ നമസ്കരിക്ക്, താനേ വന്നോളൂ എന്ന്. ഇവിടെയാണ് ഞാൻ അവസാനിക്കുന്നത്. ഇതെന്റെ അവസാന അധ്യായമാണ്, എൻ്റെ അവസാന ദിനമാണ്, എൻ്റെ അവസാന പ്രവൃത്തിയാണ്, എൻ്റെ അവസാനത്തെ വാക്കാണ് എന്ന് കണക്കാക്കി വേണം ഓരോ പ്രവൃത്തിയിലും, ഓരോ സംസാരത്തിലും, ഓരോ കർമ്മത്തിലും, ഓരോ ആരാധനയിലും, ഓരോ പ്രഭാതത്തിലും വിശ്വാസി കടന്നു വരേണ്ടത്.
ഇതെൻ്റെ അവസാന ദിനമാണ്, ഇനി എനിക്ക് ഇന്ന് അസ്തമയമില്ല. ഇന്ന് അസ്തമിക്കുമ്പോൾ എൻ്റെ മയ്യിത്ത് ഇവിടെ അടക്കിയിരിക്കും. യാ സ്വാഹിബി ലാ തഅതദിർ ബിതനഉമി വൽ ഉംറു യൻഫുദു വൻ നഈമു യസൂലു മതാ ഹമൽത ഇലൽ ഖുബൂരി ജനാസതൻ ഐകിം ബി അന്നക ബഅദഹാ മഹ്മൂലു. എൻ്റെ ചങ്ങാതി, ഒരു കവി പാടിയ വാചകമാണ്. എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി, നീ ഗൗരവത്തോടെ കാര്യം മനസ്സിലാക്കണേ. ഈ അനുഗ്രഹങ്ങൾ ഉണ്ടല്ലോ, നിനക്ക് ചുറ്റുമുള്ള മനോഹരമായ അനുഗ്രഹങ്ങൾ, സുഖങ്ങൾ, ഈ സൗകര്യങ്ങൾ, ഇതെല്ലാം നിന്നെ വിട്ടുപിരിയുന്ന ഒരു ദിവസം വരാനുണ്ട്. ഒന്നുകിൽ ഇതെല്ലാം നശിച്ചു പോകും, ഇല്ലെങ്കിൽ ഇതെല്ലാം ഇവിടെ അവശേഷിപ്പിച്ചുകൊണ്ട് ഒരു നാൾ നീ പടിയിറങ്ങേണ്ടി വരും. അതുകൊണ്ട് ഗൗരവത്തോടെ ജീവിക്കേണ്ട മനുഷ്യ, ഈ ദുനിയാവ് കണ്ട് വഞ്ചിതനാകി പോകാൻ പാടില്ല. അതുകൊണ്ട് ഓരോ നിമിഷവും ഓരോ മരണങ്ങളുടെയും വാർത്ത കേൾക്കുമ്പോൾ അടുത്ത വാർത്ത എന്നെ കുറിച്ചാണെന്ന് ചിന്തിക്കണം. ശ്മശാനങ്ങളിലേക്ക് മയ്യിത്ത് കട്ടിലും ചുമന്നുകൊണ്ട് നിങ്ങൾ കൂട്ടം കൂട്ടമായി സഞ്ചരിക്കുമ്പോൾ അടുത്ത അതേ മയ്യിത്ത് കട്ടിൽ എനിക്ക് വേണ്ടിയാണ് ഉയർത്തപ്പെടുക എന്ന് ഗൗരവത്തോടെ ചിന്തിച്ചുകൊണ്ട് മനുഷ്യ ജീവിക്കാൻ ഉപദേശിക്കുന്ന ഒരു കവിവാചകമുണ്ട്. വലിയ സന്ദേശമാണ്. അടുത്ത മയ്യിത്ത് കട്ടിൽ നമുക്ക് വേണ്ടിയെന്ന് അങ്ങനെ പ്രത്യേകിച്ച് പ്രായം പറഞ്ഞിട്ടുണ്ട്. ആർക്കെങ്കിലും 60, 70 ഒക്കെ കഴിഞ്ഞിട്ടേ മരണം വരോള്. ജരാനരകൾ ബാധിച്ചിട്ട് ഒരു സൂചന നൽകും, അസുഖം വന്നു, അവസാനം വെന്റിലേറ്ററിലും കിടന്നിട്ടേ മരണം വരുള്ളൂ. അതുവരെ കാത്തിരിക്കാൻ നമുക്ക് സമയമുണ്ട് എന്നാരാ കണക്കാക്കിയത്? നമ്മുടെ കൺമുമ്പിൽ എത്ര മരണങ്ങളാണ്, നമ്മുടെ കൺമുമ്പിൽ പടഞ്ഞുപോയ എത്ര മനുഷ്യരാണ് കാണാൻ കഴിയുക. ഒരുപാട് ഭാവിയുണ്ട് എന്ന് നമ്മൾ കണക്കാക്കിയ ആൾക്കാരാ. ഇനിയും ഇവിടെ ഒരുപാട് ജീവിക്കേണ്ടതുണ്ട്, മാതാപിതാക്കൾക്ക് ഒരുപാട് ചെയ്തു കൊടുക്കാനുണ്ട്. നല്ല പഠനം നടത്തിയവരാണ്, നല്ല ഉദ്യോഗം കിട്ടിയിട്ട് നാളൊന്നായിട്ടുള്ളൂ, ഒരു ദിവസമേ ഉള്ളൂ ജോലി കിട്ടിയിട്ട്. ഇന്നലെയായിരുന്നു വിവാഹം, മധുവിധിന്റെ ആദ്യ നാളുകളിലേക്ക് കടന്നിട്ടേ ഉള്ളൂ. വിവാഹം കഴിഞ്ഞവനാണ്, മക്കൾ ഇന്നലെ ഒരു കുഞ്ഞ് ജനിച്ചതേ ഉള്ളൂ അവർക്ക്. ഇന്നലെയാണ് അവർ ഡെലിവറി കഴിഞ്ഞത്. അവനൊരു വാപ്പയായിരിക്കുകയാണ് ഇന്നലെയാണ് എന്ന്. ഇന്നലെയാണ് അവൻ വാപ്പയായതെങ്കിൽ ഇന്നവൻ മയ്യിത്താകും. അള്ളാഹുവിന്റെ തീരുമാനമാണ്. എത്ര സംഭവങ്ങൾ നമ്മൾ കണ്ടിരിക്കുന്നു. 10 മാസം ഗർഭം ചുമന്നൊരു പിഞ്ചു കുഞ്ഞിനെ പ്രസവിച്ചെടുക്കുമ്പോൾ ആ നൊമ്പരത്തോളം അവൾ പ്രസവിച്ചിട്ട് മകളിന് ജീവിതം കൊടുത്തിട്ട് മയ്യിത്തായി പോയ എത്ര ഉമ്മമാരുണ്ട്. നമ്മളൊക്കെ കണക്കാക്കിയായിരുന്നു അതൊക്കെ ഇങ്ങനെ മരിക്കുമെന്ന്. നമ്മൾ ചിന്തിച്ചിരുന്നു അങ്ങനെ ഒരു മരണം വരുമെന്ന്. ഇല്ലടോ, നമ്മളോട് ആരോടും പറയാതെ കടന്നു വരുന്നൊരു സംഗതിയുടെ പേരാണ് മരണം. കവി അയ്യപ്പൻ പറഞ്ഞൊരു വാചകമുണ്ടല്ലോ, മരണത്തിനൊരു ഭാഷ അറിയാവൂ, വരൂ പോകാമെന്ന്. മരണത്തിനൊരു ഭാഷ അറിയാവൂ, വരൂ പോകാമെന്ന്. അങ്ങനെ പറഞ്ഞു പോയ അയ്യപ്പനും മരണത്തിന് കീഴടങ്ങിയിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഏത് നിമിഷവും നമ്മളിലേക്ക് കടന്നു വരാവുന്ന ഒരു ക്ഷണിക്കപ്പെടാത്ത അതിഥി, ആ മരണത്തെ മുമ്പിൽ കണ്ടുകൊണ്ടാണ് ഓരോ നിമിഷവും നമ്മൾ കടന്നു പോകേണ്ടത് എന്ന ഗൗരവമേറിയ ഓർമ്മപ്പെടുത്തലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മരണം. ആ മരണത്തിന്റെ സന്ദേശം ഉയർത്തിപ്പിടിക്കുന്ന റബീഉൽ അവ്വലിന്റെ ഏറ്റവും ഗൗരവമേറിയ മെസ്സേജ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. റബീഉൽ അവ്വൽ ഏറ്റവും ഗംഭീരമായി പറയേണ്ട ഒരു വിഷയം എന്നുള്ളത് മരണത്തെക്കുറിച്ച് തന്നെയാണ്. കാരണം ലോകത്തെ ഏറ്റവും മഹാനായ മനുഷ്യനും മരിച്ചുപോയെങ്കിൽ നമുക്കാണോ ഇനി മരണം വൈകിയിരിക്കുന്നത്, നമുക്കാണോ മരണം ഇല്ലാതിരിക്കുന്നത്? ആലോചിക്കണം ഗൗരവത്തോടെ. ഈ ആലോചനകൾ കടന്നു വരാറില്ല. അങ്ങനെ കടന്നു വന്നിരുന്നെങ്കിൽ വിശ്വാസികൾക്ക് ഇങ്ങനെ ആഘോഷിക്കാൻ കഴിയുമായിരുന്നില്ല. ഈ ചിന്ത മനുഷ്യ ഹൃദയങ്ങളിലേക്ക് കടന്നു വന്നാൽ എവിടെയാണോ മനുഷ്യരെ നമുക്ക് എങ്ങനെയാണ് ആഘോഷിക്കാൻ കഴിയുക, എങ്ങനെയാണ് ആർഭാടം കാണിക്കാൻ കഴിയുക? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു വെച്ച മതത്തിന് വിപരീതമായി കൊണ്ട് ആഘോഷങ്ങൾ കെട്ടിപ്പടുക്കാനും ചെണ്ടമേളങ്ങളും വാദ്യോപകരണ മേളങ്ങളും മനുഷ്യ മനസ്സുകളെയും ഹൃദയങ്ങളെയും വെറുപ്പിക്കുന്ന വിധത്തിൽ, അന്യജാതിക്കാരനെ പോലും വെറുപ്പിക്കുന്ന വിധത്തിൽ, അള്ളാഹുവിന്റെ റസൂലിനെ അപകീർത്തിപ്പെടുത്തുന്ന വിധത്തിലുള്ള ശബ്ദകോലാഹലങ്ങളുമായി പരിസ്ഥിതി മലിനീകരണങ്ങളുമായിട്ട് എങ്ങനെയാണ് നമുക്കിവിടെ കളന്നറിയാൻ കഴിയുക? അതൊക്കെ വലിയ വിഡ്ഢിത്തരമല്ലേ, വലിയ അബദ്ധങ്ങളല്ലേ? ഇസ്ലാമിന്റെ അക്കൗണ്ടിലല്ലേ ഇതെല്ലാം നിക്ഷേപിക്കപ്പെടുക? ലോകത്തേക്ക് വന്ന മതം, മനുഷ്യ മനസാക്ഷി ഏറ്റെടുക്കേണ്ട മതം, മാതൃകാപരമായ മതം, ആ ജീവിത സംവിധാനത്തെ പരിചയപ്പെടുത്തേണ്ട സ്വഭാവം ഇങ്ങനെയാണോ? അതൊരു ഗൗരവമേറിയ സംഗതിയാണ്. ഇത് ആദ്യഘട്ടമാണ്. മരണം കഴിഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സാന്ദർഭികമായി പ്രധാനമായി ഉയർത്തേണ്ട ഒരു സന്ദേശം ആദ്യം പറഞ്ഞു എന്ന് മാത്രം. അങ്ങനെ പ്രവാചകന്റെ മരണം ആയിഷ ബീവിയുടെ വീട്ടിൽ സംഭവിച്ചു. അങ്ങനെ പുറത്തേക്ക് അറിഞ്ഞു, എല്ലാവരിലേക്കും എത്തി. ഒരു നിമിഷം എല്ലാവരും ഞെട്ടിപ്പോയൊരു സംഭവമാണ്. കാരണം എല്ലാവരും അവരവരുടെ മരണത്തെക്കുറിച്ച് ആലോചിച്ചിരുന്നു. ആ മരണത്തിന് വേണ്ടി അവർ കാത്തിരുന്നു. എല്ലാ യുദ്ധങ്ങൾക്ക് പങ്കെടുക്കുമ്പോഴും സഹാബാക്കൾ ആഗ്രഹിച്ചിരുന്നത് എൻ്റെ മരണം ഈ യുദ്ധത്തിലുണ്ടാകുമെന്നാണ്, ഞാൻ ഈ യുദ്ധത്തിൽ കൊല്ലപ്പെടുമെന്നാണ്, ഷഹീദായി മരിക്കണമെന്ന ആഗ്രഹങ്ങളുമായി യുദ്ധത്തിനിറങ്ങിയ സഹാബാക്കള്. പക്ഷേ സ്വന്തം മരണത്തെക്കുറിച്ച് അവർ ആഗ്രഹിക്കുകയും ആലോചിക്കുകയും ചെയ്യുമ്പോഴും പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം നമ്മളെ വിട്ടുപോകുമെന്ന ഗൗരവമേറിയ ഒരു ആലോചന അവർ നടത്തിയിട്ടുണ്ടായിരുന്നില്ല. ഈ നബി ഒരു ദിവസം മരിക്കുമെന്ന് അങ്ങനെ ആലോചന വളരെ ചുരുങ്ങിയ ആൾക്കാരുടെ ഹൃദയത്തിലൂടെ കടന്നു പോയിട്ടുള്ളൂ. ബാക്കി പലരും ചിന്തിച്ചിട്ട് പോലുമില്ല. അങ്ങനെ ചിന്തിക്കാത്തൊരു സമൂഹത്തിലേക്കാണ് മരണത്തിന്റെ വാർത്തകൾ വരുന്നത്. അള്ളാഹുവിന്റെ റസൂലിന്റെ മരണം. ഒരു നിമിഷം സ്തബ്ധരായി പോയ സമൂഹം. മദീന വല്ലാതെ തളം കെട്ടിപ്പോയി കണ്ണുനീര് കൊണ്ട്. അത് മാത്രമല്ല, ആർക്കും എത്തും പിടിയുമില്ല. എന്ത് ചെയ്യണം, നെക്സ്റ്റ് എന്താണ്, അടുത്ത സ്റ്റെപ്പ് എന്താണ്, ഒന്നും അറിയില്ല. എല്ലാവരും വല്ലാതെ ആശങ്കയിലായി പോയ നിമിഷമാണ്.
ആ നിമിഷത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനാസ അടുക്കിലേക്ക് ഉമർ റളിയല്ലാഹു അൻഹു കടന്നു വരുന്നത്. ഈ നമ്മളെ നാട്ടിലെ പ്രയോഗം വെച്ച് നോക്കിയാൽ ഇരട്ടച്ചങ്കൻ എന്ന് പ്രയോഗിക്കാൻ പറ്റിയ ഒരു സ്വഹാബിയാണ് ഉമർ റളിയല്ലാഹു അൻഹു. അങ്ങനെയെങ്കിലും പെട്ടെന്ന് പാളിപ്പോകുന്ന ആളല്ല. അപ്പൊ അവിടെ സഹാബാക്കളെല്ലാം ഉറ്റുനോക്കിയത് അദ്ദേഹത്തിനെയാണ്. അപ്പൊ എന്താണ് ഉമറിന്റെ പ്രതികരണമെന്ന്? പക്ഷെ ഉമറിന്റെ പ്രതികരണം ഒരു കൊച്ചുകുട്ടിയെ പോലെ അത്രയും അപക്വമായിട്ടാണ് അവിടെ കാണാൻ കഴിഞ്ഞത്. ആ സന്ദർഭത്തിൽ സാധാരണഗതിയിൽ ഏതൊരു വിഷയത്തിലും ദീർഘവീക്ഷണമുള്ള നിലപാടെടുക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹു, പ്രവാചകർ പറഞ്ഞ ലൗകാന ബഅദി നബിയുൻ ലകാന ഉമർ എന്ന് പറഞ്ഞു പോകുമാറ് ഉമറിന് അത്രയും മഹത്വമുണ്ടായിരുന്നു, അത്രയും ദീർഘവീക്ഷണമാണ് പല വിഷയങ്ങളിലും. ഉമർ റളിയല്ലാഹു അൻഹുവിനെ അനുകൂലിച്ചുകൊണ്ട് ആയത്തിറങ്ങിയിട്ടുണ്ട്. കാരണം അദ്ദേഹം നിലപാടുള്ള ആളാണ്, ദീർഘവീക്ഷണമുള്ള വ്യക്തിയാണ്. പക്ഷെ ആ ഉമർ പോലും പാളിപ്പോയി ഒരു കുട്ടിയെ പോലെ പുറത്തിറങ്ങി നിന്നിട്ട് പ്രവാചകന്റെ മരണം ഉൾക്കൊള്ളാൻ കഴിയാതെ പോയ ഒരു തീവ്രമായ പ്രവാചക അനുരാഗിയുടെ വ്യസനവും നൊമ്പരവും ഒക്കെ അദ്ദേഹം പ്രകടിപ്പിച്ചപ്പോൾ അത് തികച്ചും അപക്വമായി പോയി, വെറും ആവേശമായി പോയി. എന്റെ പ്രവാചകൻ മരിച്ചിട്ടില്ല, എന്റെ റസൂലിന് മരണമില്ല, ആ മരണത്തെക്കുറിച്ച് സംസാരിക്കുന്നവനോട് എന്റെ വാള് സംസാരിക്കുമെന്ന് പറഞ്ഞാൽ എത്ര അപക്വമായ നിലപാടായിരുന്നു അത്. സഹാബാക്കളെല്ലാം അയാളത്തിനെ ഉറ്റുനോക്കി ഉമർ റളിയല്ലാഹു അൻഹു. അവിടെയാണ് പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വരുന്നത്. അദ്ദേഹം നേരെ നബിയുടെ ജനാസയുടെ അടുക്കിലേക്ക് ചെന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനാസയുടെ അടുക്കിൽ നിന്ന് കവിളിൽ ചുംബിച്ചു. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം സംസാരിച്ചൊരു വലിയൊരു ആശയം പറഞ്ഞു. നബി കേൾക്കാൻ വേണ്ടിയിട്ടല്ല, അവിടെ കൂടി എല്ലാവരും കേൾക്കാൻ വേണ്ടിയിട്ട്. ലാ യജ്മഉ അല്ലാഹു അലൈക മൗതതൈൻ, അങ്ങക്ക് രണ്ട് മരണമില്ല നബിയെ എന്ന്. അങ്ങക്ക് രണ്ട് മരണമില്ല, അങ്ങക്ക് രണ്ട് ജീവിതവുമില്ല. എല്ലാ മനുഷ്യരെയും പോലെയാണ് ദുനിയാവിൽ അങ്ങയുടെയും ഓഹരി. എല്ലാ മനുഷ്യർക്കും ഒരു ജീവിതവും മരണവും ദുനിയാവിൽ ഉള്ളതുപോലെ അങ്ങക്കും ഒരു ജീവിതവും ഒരു മരണമേ ഉള്ളൂ നബിയെ. ലാ യജ്മഉ അല്ലാഹു അലൈക മൗതതൈൻ ഫമ്മൽ മൗതതു ലദീ കതബ അല്ലാഹു അലൈക ഫഖദ് മുത്തഹ. അല്ലാഹു നിശ്ചയിച്ച മരണം ഇതാ മരിച്ചു. അല്ലാഹു അങ്ങക്ക് ഒരു മരണം നിശ്ചയിച്ചിട്ടുണ്ട്, ആ മരണം അങ്ങ് ഇത് മരിച്ചിട്ടുണ്ട്, അങ്ങ് മരിച്ചിരിക്കുന്നു നബി. അങ്ങക്ക് മരണം സംഭവിച്ചു, ഇവിടെ നിന്ന് എഴുന്നേക്കൂല. ഇത് നബിയെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇനി എഴുന്നേറ്റ് വന്നാലോ കണക്കാക്കിയിട്ട് അങ്ങനെയാണ് നബിയെ പറഞ്ഞ് മനസ്സിലാക്കിയില്ല. അവിടെ വലിയ ആശങ്കയുണ്ടായ ഒരു സമൂഹത്തിന്റെ മുമ്പിലേക്ക് കേൾക്കുന്ന വലിയ ഗൗരവമേറിയ പ്രസ്താവനയാണത്. പ്രവാചകന്റെ മയ്യത്തിനെടുക്കൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ആ ജനങ്ങളെല്ലാവരും നിൽക്കുന്ന നിപ്പ കണ്ണുകൾ അറിയാം, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രകടനം അറിയാം, ഇവിടെ എന്താണ് ജനങ്ങൾക്ക് സംഭവിച്ചതെന്ന് ഉമർ അബൂബക്കറിന് അറിയാം റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറഞ്ഞു ഇരിക്കാൻ, ഉമറെ ഇരിക്കും, ഞാൻ സംസാരിക്കാന്ന്. അദ്ദേഹം ഇരിക്കാൻ കൂട്ടാക്കിയില്ല. പിന്നെയും പറഞ്ഞു ഇരിക്കാൻ, അദ്ദേഹം ഇരിക്കുന്നില്ല. പല ആവർത്തി പറഞ്ഞിട്ടും അദ്ദേഹം ഇരിക്കുന്നില്ല. അദ്ദേഹം ഉറഞ്ഞു തുള്ളി നിൽക്കാണ്. ഷഹാദത്ത് ഉറക്കെ പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന്. ആ ശബ്ദത്തിൽ എല്ലാവരും ഉമറിനെ വിട്ട് അബൂബക്കറിനെ ഫോക്കസ് ചെയ്ത് ആ നിമിഷം അദ്ദേഹം പറഞ്ഞു ഇൻ തഅബുദു മുഹമ്മദൻ ഫഖദ് മാത്, മുഹമ്മദ് നബി ആരാധിച്ചവരുണ്ടെങ്കിൽ വിട്ടേക്കാം, അദ്ദേഹം മരിച്ചു കഴിഞ്ഞു എന്ന്. ഇന്നോളം മുഹമ്മദ് നബിയെ ആരാധിച്ച് ജീവിച്ചവർക്ക് ഇവിടെ വിടാം, ഇവിടെ അവസാനിപ്പിക്കാം ഈ മതം, അദ്ദേഹം മരിച്ചിട്ടുണ്ട് എന്ന്. ഇൻ തഅബുദുല്ലാഹ ഫഖദ് ഹയ്യുൻ ലാ യമൂത്, നിങ്ങൾ അള്ളാഹുവിനെയാണ് ആരാധിച്ചതെങ്കിൽ മരണമില്ലാത്ത അള്ളാഹു, അവൻ ജീവനോടെയുണ്ട്, അള്ളാഹു നിങ്ങളോടൊപ്പമുണ്ട്. ആ അള്ളാഹുവിനെയാണ് ആരാധിച്ചവരെങ്കിൽ മുഹമ്മദ് നബി മനുഷ്യനാണ്, അദ്ദേഹം മരണപ്പെട്ടു പോയത് ഉൾക്കൊള്ളാൻ നിങ്ങളെ കൊണ്ട് കഴിയണം. അള്ളാഹുവിനെയാണ് നമ്മൾ ആരാധിക്കേണ്ടത് എന്ന്. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റസൂൽ അഫഇൻ മാത ഔ ഖുതില ഇൻഖലബ്തും അലാ അഅഖാബിക്കും. സൂറത്ത് ആലി ഇംറാനിൽ ഇറങ്ങിയ ആയത്താണ്. ശഹാബാക്കൾ മറന്നുപോയൊരു ആയത്താണ്. ആരും ആലോചിച്ചില്ല അങ്ങനെ ആയത്തിനെ കുറിച്ച്. ഉഹദ് യുദ്ധത്തിന്റെ സന്ദർഭത്തില് റസൂലുള്ളാഹി മരണപ്പെട്ടു എന്ന് വാർത്ത കേട്ടപ്പോൾ പരാജയപ്പെട്ട് ചിതറിപ്പാഞ്ഞു പോയ സഹാബാക്കളെയും വിശ്വാസികളെയും വിമർശിച്ചുകൊണ്ടിറങ്ങിയ ആയത്താണ്. നിങ്ങൾ എന്താ കണക്കാക്കിയത്? മുഹമ്മദ് നബി ദൈവമാണെന്നോ? അദ്ദേഹം ഒരു പ്രവാചകനാണെന്ന്. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റസൂൽ. എത്രയോ പ്രവാചകന്മാർ കടന്നുപോയി, അള്ളാഹുവിന്റെ സന്ദേശവുമായി കടന്നു വന്ന പ്രവാചക പരമ്പരയിലെ ഒരു കണ്ണി അത്രേ ഉള്ളൂ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അദ്ദേഹം മരണപ്പെട്ടു പോയാൽ, അദ്ദേഹം കൊല്ലപ്പെട്ടു പോയാൽ നിങ്ങൾ പഴയപടി പോവുകയാണ് ചെയ്യേണ്ടത് എന്ന്. എന്ത് ആദർശമാണ് നിങ്ങൾക്കുള്ളത്, എന്ത് നിലപാടാണ് നിങ്ങൾക്കുള്ളത്, പിന്നെ എന്താ നിങ്ങൾ ഈ റസൂൽ പഠിപ്പിച്ചത് എന്ന് വിശുദ്ധ ഖുർആന്റെ വിമർശനം ഇതേ സമയത്ത് ഉഹദിന്റെ രംഗത്ത് ഇറങ്ങിയ ആയത്താണ്. പക്ഷേ ആരും ഓർത്തിരുന്നില്ല ഈ ആയത്ത്. അവസരോചിതമായി ആ ആയത്ത് സമൂഹത്തെ ഓർമ്മപ്പെടുത്തി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഗൗരവമേറിയൊരു വിഷയം അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ റസൂലാണ്. അള്ളാഹു മനുഷ്യരിലേക്ക് അയക്കുന്ന ഗൗരവമേറിയ സന്ദേശങ്ങൾ പ്രവാചകരിലൂടെ നമുക്ക് എത്തിക്കാൻ വേണ്ടി അള്ളാഹു നടപ്പിലാക്കിയൊരു മാധ്യമം. കണക്ഷൻ നമ്മൾ തമ്മിലാണ്, അള്ളാഹുവും സൃഷ്ടികളും തമ്മിലാണ് ബന്ധം, നമ്മളും പടച്ചവനും ഇടയിലാണ് ഡീല്. ഇതിനിടയിൽ പ്രവാചകന്മാരുടെ മാധ്യമം അള്ളാഹുവിന് ആവശ്യമായിരുന്നു. ഒട്ടനവധി പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിച്ചു. മനുഷ്യരോട് സംസാരിക്കാൻ വേണ്ടി ആയതുകൊണ്ട് മനുഷ്യരിൽ നിന്ന് പ്രവാചകന്മാരെ അള്ളാഹു തിരഞ്ഞെടുത്തു. ആ ശൃംഖലയിൽ വന്ന ഏറ്റവും അവസാനത്തെയാൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാനത്തെയാൾ മാത്രമല്ല, മഹത്വം കൊണ്ട് ആദ്യത്തെ ആളുമാണ്. അതും ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം മഹാനാണ്. മുഹമ്മദ് നബിയോളം മഹാനായ ഒരു പ്രവാചകനും ഒരു മനുഷ്യനും ജനിച്ചിട്ടില്ല. അപ്പൊ ആ പ്രവാചകനെ ഏൽപ്പിച്ച വലിയ ദൗത്യമുണ്ട്. ആ ദൗത്യമാണ് അദ്ദേഹം പൂർത്തീകരിച്ചപ്പോൾ മടങ്ങിപ്പോയത്.
വന്ന പാടെ മരിച്ചു പോയില്ലല്ലോ, അദ്ദേഹം വന്നതിന്റെ ലക്ഷ്യം പൂർത്തീകരിച്ചു. ആദം നബി അലൈഹി ഇസ്ലാമിലൂടെ തുടങ്ങി വെച്ച മതം, ഇസ്ലാം എന്ന ജീവിത ദർശനത്തിന് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കും ഇസ്ലാമ ദീന എന്ന് ആ മഹത്തായ മതത്തിന്റെ പൂർത്തീകരണം സ്ഥാപിച്ചിട്ട് ആ വിശുദ്ധ ഖുർആൻ എന്ന അവസാന ഗ്രന്ഥവും ഈ ഭൂമിയിൽ അവതരിപ്പിക്കാൻ മാധ്യമമായി നിന്നുകൊണ്ട് അതിനെ പരിപൂർണമായി പ്രചരിപ്പിച്ച് ജനങ്ങളെ ഏൽപ്പിച്ചിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുന്നത്. ഏതൊരു മനുഷ്യനും മരിക്കുന്നത് പോലൊരു മരണം അതിന് ആ വിധത്തിൽ ഉൾക്കൊള്ളാൻ കഴിയണം. പക്ഷേ റസൂലൂടെ പഠിപ്പിച്ചു പോയ ആ മതമുണ്ടല്ലോ, ആ സുന്നത്തുകളുണ്ടല്ലോ, ആ ജീവിത ചര്യയുണ്ടല്ലോ, ആ വിശുദ്ധ ഖുർആൻ ഉണ്ടല്ലോ, അതൊക്കെ ഒഴിയാൻ പാടില്ല. അതല്ലേ നമ്മൾ ഏറ്റെടുക്കേണ്ടത്. സഹാബാക്കൾക്ക് വീണ്ടും വിചാരമുണ്ടായ ഒരു നിമിഷമാണ്. ശരിയാണല്ലോ, റസൂലിന്റെ ദൗത്യം പൂർത്തീകരിച്ചിട്ടുണ്ട്, പ്രവാചകൻ വന്ന ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി ഈ ദുനിയാവിൽ അദ്ദേഹത്തിന് റോളില്ല. ഇനി ഉത്തരവാദിത്തം മുഴുവനും നമുക്കാണ്. സത്യത്തിൽ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഇന്നോളം പഠിപ്പിച്ചിട്ടുള്ള ആ മതമനുസരിച്ച് ജീവിക്കുകയും ആ മതത്തിന്റെ ആശയങ്ങൾ ലോകത്തുള്ള മനുഷ്യർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യേണ്ട വലിയ ഗൗരവമേറിയ ഉത്തരവാദിത്തം ഇനി നമുക്കാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാൻ സഹാബാക്കൾ തുടങ്ങിയത് ആ നിമിഷം മുതലാണ്. ആ തിരിച്ചറിവ് നഷ്ടപ്പെട്ടു പോയൊരു സമൂഹമാണ് ഇന്ന് നമ്മൾ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. റസൂലിനോട് വലിയ സ്നേഹം പ്രകടിപ്പിക്കുന്ന ആൾക്കാർ, റസൂലിനോട് സ്നേഹമെന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നതൊന്നും ആ വിശുദ്ധ ഖുർആനും ഹദീസും പഠിപ്പിച്ചതല്ലല്ലോ. നമ്മളോട് എന്താ പറഞ്ഞത്? നബി ഏറ്റെടുക്കാനാണോ? അല്ലെ നബി കൊണ്ടുവന്ന മതത്തെ ഏറ്റെടുക്കാനാണ്. റസൂലിന് നെഞ്ചിൽ സ്ഥാനം കൊടുക്കണം. റസൂലാണല്ലോ നമ്മളെ ഖുർആൻ പഠിപ്പിച്ചത്. ആ റസൂലാണോ നമുക്ക് ഹദീസ് ജീവിതത്തിലൂടെ ഖുർആനികമായ ജീവിതം പഠിപ്പിച്ചത്. ആ റസൂലിനെ നെഞ്ചിലേറ്റാതെ വിശ്വാസിക്ക് ജീവിതമില്ല. ആ പ്രവാചകനെ നെഞ്ചിലേറ്റാതെ വിശ്വാസിക്ക് ചലിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആ പ്രവാചകനോടുള്ള വിശ്വാസികളുടെ ഏറ്റവും വലിയ ബന്ധം എവിടെയാണ്? മൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി. എന്റെ ജീവിതം നിങ്ങൾ പകർത്തുമ്പോഴാണ് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത് എന്ന്. എന്നാ റസൂല് പറഞ്ഞത്, എന്റെ ജീവിതത്തെ നിങ്ങൾ സ്നേഹിക്കുമ്പോൾ, എന്റെ ജീവിതത്തെ നിങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അവിടെയാണ് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത്. അല്ലാതെ ഈ തടിയെ സ്നേഹിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയോ? എന്നെ ഒരിക്കൽ പോലും കാണാത്ത നിങ്ങൾക്ക് എന്റെ തടി എങ്ങനെ സ്നേഹിക്കാൻ കഴിയുക? എന്റെ തടിയോടല്ല നിങ്ങൾ സ്നേഹം വേണ്ടത്, എന്റെ ആശയങ്ങളോട്. ഞാനിവിടെ കൊണ്ടുവന്ന ഖുർആൻ ഉണ്ടല്ലോ, അത് നിങ്ങൾ ഏറ്റെടുക്കണം. തറക്തു ഫിക്കും അംറൈൻ, ഞാൻ വിട്ടുപോകുന്നുണ്ട്, ഞാനേ പോകുന്നുള്ളൂ. ഞാൻ കൊണ്ടുവന്ന എന്നെ ഏൽപ്പിച്ച അള്ളാഹു ഏൽപ്പിച്ചു വിട്ട ആശയം, ആദർശം, അതിനു വേണ്ടി അള്ളാഹു നൽകിയിട്ടുള്ള അടിസ്ഥാനപരമായി പ്രമാണങ്ങൾ ഖുർആനും ഹദീസും, അതിവിടെ വിട്ടാ പോകുന്നത്. അത് നിങ്ങൾ ഏറ്റെടുക്കണമെന്ന്, അത് ഏറ്റെടുക്കാൻ നമ്മൾ കൽപ്പിക്കപ്പെട്ടത്. ആരാ ഏറ്റെടുത്തത്? അതൊക്കെ അങ്ങോട്ട് അവഗണിച്ചു, അതൊക്കെ അങ്ങ് വിട്ടുകളഞ്ഞു, പാടെ വിട്ടുകളഞ്ഞു. ജീവിതത്തിൽ എവിടെയും കാണാൻ കഴിയില്ല ഇസ്ലാം. വസ്ത്രധാരണത്തിലുണ്ടാവൂ, മുടി വളർത്തുന്നതിലുണ്ടാകുമോ, നമ്മുടെ നമസ്കാരങ്ങൾ, ഉറക്കങ്ങൾ, ഊണ്, ഭക്ഷണം കഴിക്കുന്ന വിഷയത്തിൽ എവിടെയാണോ ഇസ്ലാം ഉള്ളത്? എവിടെയും കാണാൻ കഴിയില്ല. റബ്ബിയുൽ അവ്വൽ മാസം വരുമ്പോൾ മരക്കൊമ്പിൽ നിന്ന് ലേറ്റ് കെട്ടുന്നവന് എവിടെയാ മതമുള്ളത്? എവിടെയാ നമസ്കരിച്ചവൻ? 5 നേരത്തെ നമസ്കാരം എങ്കിലും വിശ്വാസി മുറുകെ പിടിക്കുക. അല്ലാത്ത ഒന്നിനെയും നിങ്ങൾ ആരാധിക്കല്ലേ, അതെങ്കിലും നിങ്ങൾ മുറുകെ പിടിക്കുക എന്ന്. അതിനാ ഞാൻ വന്നത് എന്ന്. എന്നിട്ട് ആ നബിയെ പോലും ആരാധിക്കുന്ന ആൾക്കാർ, ആ പ്രവാചകൻ അനുസരിച്ച് ജീവിച്ച് മരണപ്പെട്ടു പോയി ചില മനുഷ്യരെ ആരാധിക്കുന്ന ആൾക്കാർ, മക്ബറകളിൽ പോയിട്ട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആൾക്കാർ, മരണപ്പെട്ടു പോയ ചില മനുഷ്യർ, മഹത്വമുള്ള ചില മനുഷ്യർ, മഹാന്മാരായ മനുഷ്യർ, ആ മനുഷ്യന്റെ ജീവിതത്തിന്റെ മഹാത്മ്യങ്ങൾ വാഴ്ത്തി പാടി 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 ആദരിച്ച് ആരാധിക്കാൻ തുടങ്ങിയ ഒരു സമൂഹം. ചിലർക്ക് ചരിത്രം പോലും ഇല്ല. കടൽക്കരയിൽ അടിഞ്ഞുകൂടിയ ശവങ്ങൾ പോലും അടക്കിയിട്ട് അതിൻ്റെ പിറകിലുള്ള ഒരു വ്യാവസായികവൽക്കരിച്ചുകൊണ്ട് അതിൻ്റെ പിറകിലുള്ള വരുമാനം മാത്രം കണ്ടുകൊണ്ട് ഈ ഭൂമിയിൽ കാട്ടിക്കൂട്ടുന്ന പേക്കുത്തുകൾ എത്ര അക്രമപരമാണ്. ഇന്ന ശിർക്കൽ ദുൽമുൻ അളീം, ഏറ്റവും കൊടിയ പാപത്തിന്റെ പേരാണ് ഇന്ന് പലപ്പോഴും മക്ബറകളോട് സ്ഥാപിക്കപ്പെടുന്നത്. എന്തിന്റെ പേരിലും ആയിക്കോട്ടെ. ഈ റസൂൽ എന്തിനെ തകർക്കാൻ വന്നത്? ലഅനല്ലാഹുൽ യഹൂദ വന്നസാറ ഇത്തഖദു ഖുബൂർ അംബിയാഹിം മസാജിദ എന്ന്. മരണത്തോടടുക്കുമ്പോൾ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരന്തരമായി ഓർമ്മപ്പെടുത്തിയ ഒരു ഹദീസാണ്, ഒരു വാചകമാണിത്. മുൻഗാമികളെ അള്ളാഹു ശപിച്ചിട്ടുണ്ട്. കാരണം അവർ മരണപ്പെട്ടു പോയ പ്രവാചകന്മാരുടെ ഖബറിടങ്ങളെ പള്ളികളാക്കി കളഞ്ഞു എന്ന്, ആരാധനാലയങ്ങളാക്കി മാറ്റിക്കളഞ്ഞു എന്ന് സഹാബത്തിനോട് പറയാണ്. പിന്നെയും പറയണം. എന്തിനാ അങ്ങനെ പറഞ്ഞത്? ഞാനും ഒരു പ്രവാചകനാണല്ലോ, ഞാനും മരിച്ചു കഴിയുമ്പോൾ എൻ്റെ ഖബറും വെച്ച് നിങ്ങൾ പൂജിക്കല്ലേ എന്ന് സഹാബാക്കളോട് ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞൊരു പോയിന്റാണത്. കഴിഞ്ഞുപോയ സമൂഹങ്ങളെയൊക്കെ പടച്ചു ശപിച്ചതിൻ്റെ കാര്യം, അവർ മരിച്ചുപോയ പ്രവാചകന്മാരോടുള്ള ആദരവുകൾ കാണിക്കാൻ വേണ്ടി പള്ളികൾ പണിത് അതിനെ ആദരിക്കാൻ തുടങ്ങിയപ്പോൾ ആദരവ് ആരാധനയായി മാറിയ ഒരു അബദ്ധം സമൂഹം ചെയ്തു പോയിട്ടുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വ്യക്തിപരമായ ഒരു വൈകാരികമായ ഒരു ബന്ധം നമ്മൾ സ്ഥാപിക്കുമ്പോഴും അതൊന്നും തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ള ഒരു ആദർശത്തിന് കണ്ണിച്ചുകൊണ്ടാകാൻ പാടില്ല. ആ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായി കൊണ്ടാകാൻ പാടില്ല. ഈ പ്രവാചകനെ പ്രകീർത്തിക്കുന്നത് ഒരിക്കലും അനിസ്ലാമികമല്ല, അത് ഇസ്ലാമികം തന്നെയാണ്. പ്രവാചകനെ പ്രകീർത്തിച്ചുകൊണ്ട് ഗദ്യങ്ങൾ രൂപത്തിലാണെങ്കിലും ശരി, പദ്യ രൂപത്തിലാണെങ്കിലും ശരി, ഒരാൾ പാട്ടുപാടി റസൂലിനെ വാഴ്ത്തുകയാണ്.
അത് പ്രതിഫലാർഹമായ പുണ്യം തന്നെയാണ്. ഗദ്യരൂപത്തിൽ പ്രവാചകനെ കുറിച്ച് മഹത്വം എഴുതുകയാണ്, അല്ലെങ്കിൽ പറയുകയാണ്, പ്രസംഗിക്കുകയാണ്, മഹത്വമുള്ള കാര്യം തന്നെയാണ്. പക്ഷെ അതെല്ലാം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതത്തിൽ ഉള്ളത് കൊണ്ട് ആയിരിക്കണം. ഈ പ്രവാചകന്റെ ഉള്ള മഹത്വങ്ങൾ പോലും എഴുതിയാലും വിവരിച്ചാലും നമ്മളെ കൊണ്ട് തീർക്കാൻ കഴിയില്ല. അത്രയേറെ മഹത്വമുള്ള ഒരു മനുഷ്യനെ കുറിച്ച് മഹത്വം പറയാൻ വേണ്ടിയിട്ട് കെട്ടുകഥകളുടെ ആവശ്യം നമുക്കുണ്ടോ? സാങ്കല്പിക കഥകളുടെ ആവശ്യം നമുക്കുണ്ടോ? നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒട്ടനവധി മഹത്വങ്ങളുണ്ട് എന്നിരിക്കുമ്പോൾ തന്നെ ഇല്ലാത്ത കഥകൾ എന്തിനാണ് പ്രവാചകന്റെ പേരിൽ പറയുന്നത്? ഇല്ലാ കഥകൾ പാടിപ്പറയുന്ന ഒരുപാട് മാലകളും മൗലിദുകളും നമുക്കിടയിൽ സജീവമായി നിലനിൽക്കുന്നുണ്ട്. ഇല്ലാ കഥകൾ, പ്രവാചകന്റെ പേരിൽ കെട്ടുകഥകൾ കൊണ്ട് പ്രവാചകനെ മഹത്വം പറയാൻ അത്രയും മഹത്വം കുറഞ്ഞു പോയൊരു മനുഷ്യനാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഒന്ന് പരിശോധിക്കേണ്ട കാര്യമില്ലേ? നമ്മൾ ഈ പാടിപ്പറയുന്നതും ഈ ഗദ്യരൂപത്തിൽ വായിച്ചെടുക്കുന്നതുമായ പ്രവാചകന്റെ മഹത്വങ്ങളിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കണ്ടേ? പ്രവാചകൻ കടന്നു വന്നൊരു വേദിയിൽ, ഒരു കല്യാണ വേദിയിൽ പാട്ടുപാടിയ കുട്ടികൾ പ്രവാചകരെ കണ്ടപ്പോൾ പെട്ടെന്ന് ട്രാക്കൊന്ന് മാറ്റി എന്ന് നമുക്കിടയിൽ ഒരു പ്രവാചകനുമുണ്ട്, ആ പ്രവാചകൻ നാളെ നടക്കുന്നതെല്ലാം അറിയുന്നവരാണ് എന്ന് പറയുമ്പോൾ വേണ്ട, ആ കുട്ടികളെ നിർദ്ദേശിച്ചു, അരുത്, നിങ്ങൾ പാടിയത് തന്നെ പാടിയാൽ മതി, അപസ്വരങ്ങൾ പാടണ്ട, അനാവശ്യങ്ങൾ പാടണ്ട എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് റസൂൽ പിന്നീട് പിന്നെ നടക്കുന്ന പല കാര്യങ്ങളും പ്രവചിച്ചിട്ടുണ്ട്. അത് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം മാത്രമാണ്, അള്ളാഹുവിൽ നിന്ന് കിട്ടിയ വഹയിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. അല്ലാതെ പൂർണ്ണമായി നാളെ എന്ത് നടക്കുമെന്ന് കൃത്യമായി അറിയുമായിരുന്നെങ്കിൽ പല അപകടങ്ങളും റസൂലിന്റെ ജീവിത കാലഘട്ടത്തിൽ തരണം ചെയ്യാൻ റസൂലിനെ കൊണ്ട് കഴിയുമായിരുന്നു. പലതും റസൂൽ അറിഞ്ഞിട്ട് പോലും ഉണ്ടായിരുന്നില്ല, ഒന്നും അറിഞ്ഞില്ല. പല കാര്യങ്ങളും, വളരെ അപൂർവം ചില കാര്യങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അഡ്വാൻസ് ആയിട്ട് റസൂലിന് സന്ദേശം നൽകുക. അതൊക്കെ റസൂൽ ജനങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പലപ്പോഴും ഭാവി കാര്യങ്ങൾ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് എന്നത് വസ്തുതയായിരിക്കുമ്പോഴും അതെല്ലാം അള്ളാഹു കൊടുക്കുന്ന താൽക്കാലികമായ അറിവിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. പൊതുവായ നിലയിൽ ഭാവി അറിയുന്ന ഒരു കഴിവും അള്ളാഹുവിനല്ലാതെ മറ്റാർക്കുമില്ല എന്ന യാഥാർത്ഥ്യമാണ് അള്ളാഹുവിൻ റസൂൽ പോലും നമ്മളെ പഠിപ്പിച്ചത്. റസൂൽ അതാ പഠിപ്പിച്ചത്. ആ ആദർശം ഉൾക്കൊള്ളണ്ടേ? ഇപ്പൊ ഈ ഒരു തിരുത്ത് ആ കുട്ടികളുടെ വിഷയത്തിൽ പോലും റസൂലുള്ളാഹി എടുക്കുമ്പോൾ ആ തിരുത്ത് നമ്മൾ ഏറ്റെടുക്കണ്ടേ? ഇല്ലാ കഥകൾ പറഞ്ഞ് പ്രവാചകനെ വാഴ്ത്തിപ്പാടുന്നത്, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആദരവ് മൂത്തിട്ട് പ്രവാചകനോട് പോലും സഹായം അർത്ഥിക്കുന്നത്, പ്രവാചകനോട് പോലും മാപ്പ് ചോദിക്കുന്നത്, പാവമോചനം ചോദിക്കുന്നത്, ഇതെല്ലാം അബദ്ധമായ ഒരു വിശ്വാസമല്ലേ? എന്താ റസൂൽ പഠിപ്പിച്ചത്? നിങ്ങളുടെ പ്രാർത്ഥനകൾ, നിങ്ങളുടെ സങ്കടങ്ങൾ, ദുആകൾ, നിങ്ങളുടെ ഇസ്തിഗ്ഫാറുകൾ, അതെല്ലാമിന്റെയും അവകാശി അള്ളാഹു മാത്രമാണ് മനുഷ്യരെ എന്ന്. അതല്ലേ റസൂലോട് പഠിപ്പിച്ചത് മക്കയിൽ? ലാത്തയും ഉസ്സയും മനാത്തയും അടങ്ങുന്ന വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ സങ്കടങ്ങൾ ഇറക്കി വെച്ചവനോട്, അവന്റെ ആരാധനകൾ അർപ്പിച്ചവനോട്, അവന്റെ പ്രാർത്ഥനകൾ സമർപ്പിച്ചവനോട് എന്താ പറഞ്ഞത്? ഇതൊന്നുമല്ല, ഇവരൊക്കെ മരിച്ചുപോയ മനുഷ്യന്മാരുടെ ശില്പങ്ങൾ മാത്രമാണ്, ഇതെല്ലാം കേൾക്കുന്നവനും ഇത് പരിഹരിക്കാൻ കഴിയുന്നവനും അള്ളാഹു മാത്രമാണെന്ന് പറഞ്ഞുപോയ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹൃദയങ്ങളിൽ ബിംബവൽക്കരിക്കാൻ ആരാ പഠിപ്പിച്ചത്? നമ്മൾ മനസ്സിനെ പ്രവാചകനെ ബിംബമാക്കി വെച്ചിരിക്കുകയാണ്. റസൂലിനോട് വിളിച്ചങ്ങ് പ്രാർത്ഥിക്കാം. അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയ ഒരു സമൂഹത്തിന്റെ വേറെടുത്തുകൊണ്ട് റസൂലുള്ളാഹിയുടെ പ്രഖ്യാപനങ്ങൾ നിന്നത്. അതുകൊണ്ടാണ് ആദ്യ കാലഘട്ടങ്ങളിൽ മുനാഫിക്കുകൾ നടത്തിയ വലിയൊരു തന്ത്രം എന്നുള്ളത് ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ വിഷയത്തിൽ സംഭവിച്ചതുപോലെ, പൂർവ്വ പ്രവാചകന്മാരുടെ വിഷയത്തിൽ സംഭവിച്ചതുപോലെ മുഹമ്മദ് നബിയെയും ആരാധ്യനാക്കി മാറ്റാനുള്ള ഒരു നടപടികളും ചില പ്രവർത്തനങ്ങളും ഒക്കെ ജൂതന്മാരായി കടന്നു വന്ന മുനാഫിക്കുകൾ ഇസ്ലാമിനകത്ത് നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ എന്ത് ചെയ്തു? അതൊക്കെ അതിജീവിച്ചു. പിന്നെ അതിൻ്റെ പറപിടിച്ചിട്ടാണ് അത് പരാജയപ്പെട്ടു. മുഹമ്മദ് നബി ആരാധിക്കുന്ന ഒരു രീതിയിലേക്ക് ഈ സമൂഹത്തെ കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞിരുത്തുന്നതാണ് അബ്ദുല്ലാഹ് ഇബ്നു സബഅനെ പോലുള്ള ജൂതന്മാർ ട്രാക്ക് മാറ്റിയിട്ട് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിലേക്ക് ദിശ തിരിച്ചിട്ട് അദ്ദേഹത്തെ മുന്നിലേക്ക് വെച്ചുകൊണ്ടൊരു കളി കളിച്ചത്. അതാണ് പിന്നെ ഷീസത്തിന്റെ പേരായി മാറിയത്. നബിയെ ആരാധിക്കാൻ വേണ്ടി, നബി മരിച്ചിട്ടില്ല, ഈസാ നബിയെ പോലെ ജനിച്ചു വരും, ഉണർന്നു വരും, ഇനിയും വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദൈവീകവൽക്കരിക്കുന്ന വിധത്തിൽ, ദൈവത്തിന്റെ അവതാരമായി പ്രഖ്യാപിക്കുന്ന വിധത്തിലുള്ള ചില ശ്രമങ്ങളൊക്കെ ഹദീസുകൾ കൊണ്ട്, വ്യാജ നിർമ്മിതമായ വചനങ്ങൾ കൊണ്ട് സ്ഥാപിക്കാൻ ശ്രമിച്ചു. അതെല്ലാം ഖണ്ഡിക്കപ്പെട്ടതുകൊണ്ട്, അന്ന് പക്വമായി കൈകാര്യം ചെയ്യപ്പെട്ടതുകൊണ്ട് അത് പരാജയപ്പെട്ടു പോയി. ആ പരാജയത്തിൽ നിന്നാണ് പ്രവാചക പരമ്പരയിലെ പ്രവാചകന്റെ കുടുംബാംഗം എന്ന നിലയിലും അലി റളിയല്ലാഹു അൻഹുവിനുള്ള പ്രത്യേകമായ ഒരു സ്ഥാനവും അതും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അലി റളിയല്ലാഹു അൻഹുവിലേക്ക് അദ്ദേഹമായിരുന്നു പ്രവാചകന് ശേഷം ഇവിടെ എന്ത് ചെയ്യേണ്ടത്, വരേണ്ടിയിരുന്നത്. അന്ന് മാത്രമല്ല, ഈ വസ്തുത എന്ന് പറയുമ്പോൾ അലീനെ തേടി വന്ന മലക്കുകൾ അലീന്റെ സ്ഥാനത്ത് മുഹമ്മദ് നബിയെ കണ്ടതുകൊണ്ടാണ് നുബുവത്ത് പോലും മാറിപ്പോയതെന്ന് പോലും കെട്ടുകഥകൾ പറഞ്ഞുകൊണ്ട് അലി റളിയല്ലാഹു അൻഹുവിലേക്ക് ഒരു കൂട്ടം ആൾക്കാരെ ചേർക്കാൻ ശ്രമിച്ചത്. അതാണ് ഷീസമായി പിന്നെ രൂപപ്പെട്ടത്. ഈ നിലയിൽ വ്യക്തി ആരാധനകളല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇന്നമാന ബശറും മിസ്ലുക്കും യുഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്. ഖുർആൻ പറഞ്ഞു, നബി പറഞ്ഞു കൊടുക്ക്, നിങ്ങളെപ്പോലൊരു മനുഷ്യനാണ് ഞാനും, നിങ്ങളെപ്പോലൊരു മനുഷ്യൻ, പച്ച മനുഷ്യൻ, വിശപ്പും ദാഹവുമുള്ള മനുഷ്യൻ.
ഏതൻ ഭാര്യയും മക്കളുമുള്ള മനുഷ്യൻ, കുടുംബമുള്ള മനുഷ്യൻ, പച്ച മനുഷ്യനായ നിങ്ങളെപ്പോലെ. പിന്നെ മഹത്വം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് വഹി നൽകുന്നുണ്ട് എന്നുള്ള. വഹി ചെറിയ കാര്യമല്ലല്ലോ. അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശം എനിക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ മഹത്വം എന്നുള്ളത്. ആ മഹത്വം വാഴ്ത്തപ്പെടുമ്പോൾ തന്നെ ആ വഹിയാണ് നമ്മളെ ഏൽപ്പിക്കാൻ റസൂൽ കൊണ്ടുവന്നത് എന്ന ബോധ്യം കൂടി നമുക്ക് ഉണ്ടാവേണ്ടേ. അത് ഏറ്റെടുക്കണം. എന്താ അള്ളാഹു പറഞ്ഞത്? അള്ളാഹു പറഞ്ഞത് നിങ്ങളുടെ ഇലാഹു ഒരാളാണ്, ഒരേ ഒരു ആരാധനയെ നിങ്ങൾക്കുള്ളൂ, ഒരേ ഒരു സൃഷ്ടാവേ നിങ്ങൾക്കുള്ളൂ എന്നത് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി വന്നവനാണ് ഞാനെന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അള്ളാഹുവിൻ്റെ ഏകത്വം പഠിപ്പിക്കാൻ വേണ്ടി വന്ന ആളാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഏറ്റെടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. ആ ചിന്തയാണ് നമുക്ക് വേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ തിരുസുന്നത്തുകൾ ഏറ്റെടുത്തുകൊണ്ട് പ്രവാചകർ പഠിപ്പിച്ച വിശുദ്ധ ഖുർആൻ ഏറ്റെടുക്കുന്ന യഥാർത്ഥ കരകളഞ്ഞ വിശ്വാസികളായി ജീവിച്ച് മരിക്കാനുള്ള നല്ല തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ.